ഹായ് ഫ്രണ്ട്സ്, ഷെയർ ആൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡെൽറ്റ വാല്യൂവിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞത്. അത് കോൾ ഓപ്ഷൻ്റെ കേസിലാണ് പറഞ്ഞത്. ഓക്കെ, നമ്മളിത് പുട്ട് ഓപ്ഷൻ്റെ കേസിൽ പറയുകയാണ്. നമ്മളിത് പെട്ടെന്ന് അവസാനിപ്പിക്കും. കാരണം നമ്മൾ കോൾ ഓപ്ഷൻ്റെ ബേസിൽ പറഞ്ഞതുകൊണ്ട് നമ്മൾ അത്രയും ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് ചുമ്മാ ഒന്ന് പറഞ്ഞു പോകും. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ, കാരണം പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും നേരെ ഉൾട്ടയാണ്. ഓക്കെ, അറിയാലോ. കോൾ ഓപ്ഷന് വേണ്ടി എഴുതി വെച്ചതായിരുന്നു. പുട്ട് ഓപ്ഷനിൽ എഴുതുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് നേരെ തിരിയും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഇരിക്കുന്ന സെയിം ലെവലിൽ തന്നെ പറയാണ്. കഴിഞ്ഞത് എങ്ങനെയാണോ പറഞ്ഞത് ആ ഒരു ലെവലിൽ തന്നെ പറയാണ്. അറ്റ് ദ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14,350. ഔട്ട് ഓഫ് ദ മണി എന്ന് പറയുമ്പോൾ 14,300, 14,250. ഓക്കെ, ഇവിടെ 14,400, 450. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് വരിക, ഇങ്ങനെയാണ് പുട്ട് ഓപ്ഷൻ്റെ കേസിൽ വരിക. ഓക്കെ, അപ്പോൾ ഇൻ ദ മണി, ഔട്ട് ഓഫ് ദ മണി എല്ലാം മനസ്സിലായി. ഇപ്പോൾ അറ്റ് ദ മണിയിലുള്ള സ്ട്രൈക്ക് പ്രൈസ് നമുക്കറിയാം 0.5 ആണ്. ഓക്കെ, ഇവിടെ 0.5 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇവിടെ നമ്മൾ 0.4 ആയിട്ട് എടുക്കുകയാണ്. ഇത് 0.3 ആയിട്ട് എടുക്കുകയാണ്. ഇത് 0.6 ആയിട്ട്, ഇത് 0.7 ആയിട്ട്, 0.7 ആയിട്ടും എടുക്കുകയാണ്. ഓക്കെ, നമ്മൾ 10 പോയിന്റിന് ചേഞ്ച് വരുമ്പോൾ 7, 6, 5, 4, 3. ഓക്കെ, ഇവിടെയും നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെയാണ് മൂവ്മെന്റ്. ഔട്ട് ഓഫ് ദ മണിയിൽ നിന്ന് ഇൻ ദ മണിയിലേക്ക് പോകും തോറും ഇത് എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്, വാല്യൂ കൂടി വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ പുട്ട് ഓപ്ഷൻ്റെ കേസിൽ ഡിക്രിമെന്റിന്റെ കാര്യത്തിലാണ് പറയുക. ഓക്കെ, നമ്മൾ പുട്ട് ഓപ്ഷൻ ബൈയിങ് ആണ്. 10 ചേഞ്ച് എന്നാണ് ഞാൻ പറഞ്ഞത്, എങ്ങോട്ടാന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അതായത് 10 പോയിന്റ് ഡിക്രീസ് ആവുമ്പോഴാണ് എന്ത് വരിക, ഈ 7 പോയിന്റ് നമുക്ക് കിട്ടുക. 6 പ്രീമിയത്തിന്റെ പുറത്ത് 7 പോയിന്റ് ഇൻക്രിമെന്റ്, 6 പോയിന്റ് ഇൻക്രിമെന്റ്, 5 പോയിന്റ് ഇൻക്രിമെന്റ്, 4 പോയിന്റ് ഇൻക്രിമെന്റ്, 3 പോയിന്റ് ഇൻക്രിമെന്റ് വരുന്നത് എന്ത് 10 പോയിന്റ് ഡിക്രിമെന്റ് വരുമ്പോഴാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിന് ഷിഫ്റ്റ് ചെയ്യിക്കുകയാണ്. 14,350 നിന്ന് 50 പോയിന്റ് കുറഞ്ഞിട്ട് 300 ആണ്, 14,300ലേക്ക് വീഴുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ സ്ഥലത്ത് ഡെൽറ്റ വാല്യൂ 0.5 ആയി. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യും, ATMന്റെ അടുത്തേക്ക് ഈ ഒരു വാല്യൂ നീങ്ങും. അപ്പോൾ ഇത് 0.4 ആവും. ഓക്കെ, അപ്പോൾ ഇത് എന്തായാലും 0.5 സ്ഥലത്തേക്ക് മുകളിലേക്കുള്ളത് 0.6, 0.7, 0.8, 0.8 എന്നുള്ള ലെവൽ വരും. ഓക്കെ, പോയിന്റ് കുറഞ്ഞപ്പോൾ 50 പോയിന്റ് കുറഞ്ഞപ്പോൾ അറ്റ് ദ മണി പോയിന്റ് താഴത്തേക്ക് ഷിഫ്റ്റ് ആയി. ഈ ഒരു പോയിന്റിലേക്ക് ഷിഫ്റ്റ് ആയപ്പോൾ എന്തായി, ഇത് ഡീപ്പ് ഇൻ ദ മണിയിലേക്ക് പോയി. ഓക്കെ, ഡീപ്പ് ഇൻ ദ മണി പേടിക്കേണ്ട, അതായത് ഇൻ ദ മണി തന്നെ റേഞ്ച്, കാരണം ഇത് സ്ലൈറ്റ്ലി, അതായത് ATMന്റെ അടുത്താണ്, അതുകൊണ്ട് സ്ലൈറ്റ്ലി ITM എന്ന് പറയും. ഇതിനെ മുകളിലേക്ക് പോകും തോറും ഡീപ്പ് ITM എന്ന് പറയും, ഡീപ്പ് ഇൻ ദ മണി. ഓക്കെ, അതുപോലെ OTM ഉണ്ട്. OTMന് താഴത്തേക്ക് ഇങ്ങനെ പോകും തോറും അതിന് ഡീപ്പ് OTM എന്ന് പറയും. ഇതിൻ്റെ അടുത്തുള്ളതിന് സ്ലൈറ്റ്ലി OTM. അത് കാര്യമാക്കണ്ട. ഡീപ്പ് എന്ന് പറയുമ്പോൾ അതായത് ITMലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇത് ഡെൽറ്റ വാല്യൂ ആണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടുക. ഓക്കെ, ഇത് ATM, ഇത് ITM, ഇത് OTM. അപ്പോൾ ഈ ഗ്രാഫ് കണ്ടിട്ട് നമ്മൾ പേടിക്കണ്ട. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 to, അതായത് ഡെൽറ്റേൻ്റെ വാല്യൂ പുട്ട് ഓപ്ഷനിൽ -1 to 0 ആണെന്നാണ് പറയുക. അത് നെഗറ്റീവ് ഇൻഡിക്കേഷൻ ആണ്, നെഗറ്റീവ് സൈഡിലേക്കാണെന്നുള്ള ഇൻഡിക്കേഷന് വേണ്ടി മാത്രമാണ്. നമ്മൾ അതുകൊണ്ട് പേടിക്കേണ്ട. ഈ ഗ്രാഫ് വരുന്നത് അതുകൊണ്ടാണ് 0 to -1. നമ്മൾ ചിന്തിച്ചാൽ മതി, OTMൽ എപ്പോഴും എന്താണ് ഡെൽറ്റ വാല്യൂ ഇവിടെ നിന്നാണ് 0 എന്ന് പറഞ്ഞല്ലോ, 0 ആണ്. ഇൻ ദ മണിയിലാണ് 1. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൺസെപ്റ്റ്, ആ ഒരു ഗ്രാഫും ഈ ഒരു ഗ്രാഫും തമ്മിൽ ചെറിയ വ്യത്യാസം, ചുമ്മാ അത് കാണിക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഇത് എന്തിനാ കാണിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഔട്ട് ഓഫ് ദ മണിയിൽ നമ്മളൊരു പ്രീമിയം വാങ്ങിക്കഴിഞ്ഞാൽ അത് ഇൻ ദ മണിയിലേക്ക് പോകും തോറും പ്രൈസ് വാല്യൂ കൂടും എന്നാണ് പറയുന്നത്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുമെന്ന് തോന്നുന്നു. മുന്നിലുള്ള വീഡിയോ കണ്ടാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ, കാരണം അതിൽ കുറച്ച് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക്
പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെൽറ്റ വാല്യൂവിനെ ചേഞ്ച് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇവിടെയും പറയാവുന്നതാണ്. എന്താണ് ഡെൽറ്റ വാല്യൂവിൻ്റെ ചേഞ്ച് ഇൻറ്റു എത്ര പോയിന്റ് ചേഞ്ച് ആണോ അത്. ഓക്കെ, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ബാക്കിയുള്ള ഓപ്ഷൻ ട്രിക്സിലെ എല്ലാ ടേംസും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മളിവിടെ ഡെൽറ്റ വാല്യൂവിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് 100 പോയിന്റ്, നമ്മൾ ചെറിയ പോയിന്റ് എടുക്കാം. അപ്പോൾ നമ്മൾ 5 പോയിന്റ് ആണ് വ്യത്യാസം വരുന്നത് വെച്ചാൽ 5 ഇൻറ്റു അറ്റ് ദ മണി പ്രൈസ് ആണെങ്കിൽ 0.5. ഓക്കെ, അപ്പോൾ 2.5 ആണ് എന്ത് വരിക, മാറ്റം വരിക. 5 പോയിന്റ് കയറി കഴിഞ്ഞാൽ 2.5 ഇൻക്രിമെന്റ് വരും. അതായത് 5 പോയിന്റ് ഡിക്രിമെന്റ് ചെയ്യാണ്. പുട്ട് ഓപ്ഷൻ്റെ കേസിലാണെങ്കിൽ 5 പോയിന്റ് ഡിക്രിമെന്റ് ചെയ്യുകയാണെങ്കിൽ 2.5 പ്രീമിയത്തിന് കൂടും. ഓക്കെ, ഇതിപ്പോൾ ഒരു എണ്ണത്തിൻ്റെ കേസാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ലോട്ട് വാങ്ങുകയാണെങ്കിൽ 75 ഇൻറ്റു 2.5 വരും. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ കണക്കൂട്ടൽ വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞറിയിക്കുക. നമുക്ക് ഒന്നും കൂടി നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വീഡിയോ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ഇത്രയൊന്നും കണ്ട് ഓവറായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുകയാണെങ്കിൽ കൂടുതലായിട്ടും ചിന്തിക്കേണ്ട, സിമ്പിളായിട്ട് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഡെൽറ്റ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു അസറ്റ് 10 പോയിന്റ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ 1 പോയിന്റ് മൂവ്മെൻറ്റ് തരികയാണെങ്കിൽ നമ്മൾ വാങ്ങിയ പ്രീമിയം എത്ര മൂവ്മെൻറ്റ് തരും എന്ന് കണക്കാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഡെൽറ്റ എന്ന് വിചാരിക്കുക. ഓക്കെ, അത് അറ്റ് ദ മണിയിൽ എങ്ങനെയാണെന്ന് മനസ്സിലായി. അപ്പോൾ അറ്റ് ദ മണീൻ്റെ ടേംസ് വെച്ചിട്ട് ചിന്തിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് വിട പറയുകയാണ് നിങ്ങളുടെ സ്വന്തം അരുൺ ജി.